താഴ്വര ഭാഗം 17. കുമാരുവിൻ്റെ അതിരുകളിലേക്ക് ലാമി തിരികെ കാലെടുത്തു വച്ചപ്പോൾ അവളുടെ നെഞ്ചിൽ ഒരു വിചിത്രമായ ശാന്തത കുടിയേറി. സന്തോഷമോ സങ്കടമോ അല്ല, മറിച്ച് അതിനിടയിൽ എന്തോ ഒന്ന്. അപ്പോഴേക്കും ഇരുട്ടായിരുന്നു. രാത്രി ആകാശത്ത് തകർന്ന ചില്ല് കഷ്ണങ്ങൾ പോലെ നക്ഷത്രങ്ങൾ ചിതറിക്കിടക്കുകയായിരുന്നു. മേഘങ്ങളുടെ മൂടുപടത്തിനു പിന്നിൽ ചന്ദ്രൻ നിശബ്ദമായി മറഞ്ഞു. നിശബ്ദതയും രാത്രിപ്രാണികളുടെ മങ്ങിയ മൂളലും മാത്രം നിറഞ്ഞ വഴിയിലൂടെ അവൾ വീട്ടിലേക്ക് നടന്നു. അവൾ തൻ്റെ വീടിനടുത്തെത്തിയപ്പോൾ വരാന്തയിൽ ഒരു ചെറിയ വിളക്ക് നേരിയ തോതിൽ പ്രകാശിച്ചു. കാറ്റിൽ ചെറുതായി ആടിയുലഞ്ഞു. വെളിച്ചം മങ്ങിയതായിരുന്നു. പക്ഷെ വാതിലിനടുത്തുള്ള ചെറിയ കൽപ്പലകയിൽ നിശബ്ദമായി ഇരിക്കുന്ന പരിചിത രൂപം കാണാൻ അത് മതിയായിരുന്നു. ദായു. അവൻ കാത്തിരിക്കുകയായിരുന്നു. ഇടുങ്ങിയ പാതിയുടെ അവസാനത്തിൽ അവളുടെ നിഴൽ പ്രത്യക്ഷപ്പെടുന്നത് കണ്ട നിമിഷം അവൻ വേഗം എഴുന്നേറ്റു. കയ്യിലെ ഉണങ്ങിയ ചെളി തൻ്റെ വസ്ത്രങ്ങളിൽ തുടച്ചു. അവൻ്റെ കണ്ണുകൾ ഉത്തരങ്ങൾക്കായി അവളുടെ മുഖത്തേക്ക് നോക്കി. അവൻ്റെ ശബ്ദം നിശബ്ദതയെ ഭേദിച്ചു. "നീ വളരെ വൈകി," അവൻ മൃദുവായി പറഞ്ഞു. അവൻ്റെ സ്വരത്തിൽ ഒരു ശകാരമായിരുന്നില്ല, ആശങ്കയായിരുന്നു. വാക്കുകൾ കേൾക്കാതെ എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് പോലെ അവൻ്റെ കണ്ണുകൾ അവളുടെ മുഖത്ത് തങ്ങി നിന്നു. "ലോമ്രിയോട് സംസാരിക്കുന്നതിനിടയിൽ ഞാൻ സമയത്തെക്കുറിച്ച് മറന്നു," ലാമി മറുപടി പറഞ്ഞു. അവളുടെ ശബ്ദം താഴ്ന്നു. അല്പം ക്ഷീണിതമായിരുന്നു. അവൻ്റെ അടുത്തേക്കെത്തുമ്പോൾ അവളുടെ ചുവടുകൾ മന്ദഗതിയിലായി. ദായു പിന്നിലേക്ക് മാറി അവൾക്കിടം നൽകി. "മാരുതിനെങ്ങനെയുണ്ട്?" അവൻ ചോദിച്ചു. നിശബ്ദമായ ഒരു തിടുക്കത്തിൽ, ആകാംക്ഷയുള്ള ശബ്ദത്തിൽ. "അവനിപ്പോൾ നല്ല മാറ്റമുണ്ട്. അവൻ ഇരിക്കാൻ കഴിയും," അവൾ പറഞ്ഞു. അവളുടെ ചുണ്ടുകളിൽ ഒരു നേരിയ പുഞ്ചിരി. പക്ഷേ അവനെന്നെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ദായുവിൻ്റെ മുഖത്തെ പ്രകാശം മങ്ങി. അവൻ്റെ കണ്ണുകൾ താഴ്ന്നു. അവൻ്റെ തോളുകൾ ചെറുതായി ഇടിഞ്ഞു. ആ ഒരു വാക്യത്തിൻ്റെ ഭാരം അവൻ്റെ മേൽ അമർത്തിയതുപോലെ. ഒരു നിമിഷം അവർക്കിടയിൽ വീണ്ടും നിശബ്ദത തളം കെട്ടി. അവൻ്റെ മുഖഭാവം കണ്ട ലാമി പതുക്കെ പറഞ്ഞ്, "അവന് സുഖമാകും." ദായു പതുക്കെ തലയാട്ടി. വികാരം മറയ്ക്കാൻ ശ്രമിച്ചു. "അമ്മ ഉറങ്ങിപ്പോയി," അവൻ പതിയെ പറഞ്ഞു. "മുറ്റത്തേക്കിറങ്ങി, ഞാൻ പോകുന്നു." അവൾ പ്രതികരിക്കുന്നതുവരെ അവൻ കാത്തുനിന്നില്ല. അവൻ മുറ്റം കടന്നു നടന്നു. പതിയെ സ്വന്തം വീട്ടിലേക്ക്, ഇരുട്ടിലേക്ക് അപ്രത്യക്ഷനായി. ലാമി കുറച്ചു നിമിഷങ്ങൾ കൂടി അവിടെ നിന്നു. വിളക്കെടുത്ത് അവൾ അത് നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ചെറിയ ജ്വാല അവളുടെ ക്ഷീണിച്ച മുഖത്തിൻ്റെ വശം പ്രകാശിപ്പിച്ചു. പതുക്കെ അവൾ വീടിനുള്ളിലേക്ക് പ്രവേശിച്ചു. ഉള്ളിലെല്ലാം നിശ്ചലമായിരുന്നു. ചുവരുകൾ ഇരുട്ടിൽ മുങ്ങി. അവളുടെ വിളക്കിൻ്റെ മിന്നുന്ന വെളിച്ചം നിഴലുകളെ അകറ്റി. അവൾ മരുന്നുകൾ അമ്മയുടെ കട്ടിലിനരികിൽ പതുക്കെ വച്ചു. അവളുടെ അരികിലിരുന്ന് പതിയെ നെറ്റിയിൽ തൊട്ടു. യാമിയുടെ ശ്വാസം ഒരു പഴയ സംഗീതത്തിൻ്റെ മർമ്മരം പോലെ ദുർബലമായിരുന്നു. അവളുടെ നേർത്ത കൺപോളകൾ പതുക്കെ തുറന്നു. "നീ അവളെ കണ്ടോ?" അവൾ ചോദിച്ചു. ഒരു നെടുവീർപ്പിനേക്കാൾ ഉച്ചത്തിലുള്ള ശബ്ദം. ലാമി തലയാട്ടി. മുഖം മൃദുവായ പുഞ്ചിരിയോട് പ്രകാശിച്ചു. എന്നിട്ട് നിശബ്ദമായി അവളുടെ അരികിലിരുന്നു. ആ രാത്രിയിൽ അമ്മയുടെ അരികിൽ കിടന്നുകൊണ്ട് ലാമി പതിയെ മന്ത്രിച്ചു. അവളുടെ കുഞ്ഞ്, അവൻ സുന്ദരനാണ്. അവളുടെ ശബ്ദം വിറച്ചു. പക്ഷെ അവളുടെ ഹൃദയം നിറഞ്ഞിരുന്നു. പതുക്കെ അവളുടെ കണ്ണുകൾ അടഞ്ഞു. രാത്രി അവളെ അതിൻ്റെ നിശ്ചലതയിൽ പൊതിഞ്ഞു. ഉറക്കം മെല്ലെ വന്നു. പിറ്റേന്ന് രാവിലെ ലാമി കണ്ണു തുറന്നപ്പോൾ സൂര്യൻ താഴ്വരയ്ക്ക് കുറുകെ കൈകൾ നീട്ടിത്തുടങ്ങിയിരുന്നു. പകുതി തുറന്ന ജനാലയിലൂടെ ഒരു ചൂടുള്ള കിരണം തറയിലൂടെ ലഘുവായി നൃത്തം ചെയ്തു. മാസങ്ങൾക്ക് ശേഷം ആദ്യമായി അവൾക്ക് വ്യത്യസ്തമായി എന്തോ ഒന്ന് അനുഭവപ്പെട്ടു. ഒരു പ്രകാശ നിശ്വാസം അവളുടെ നെഞ്ചിനുള്ളിൽ. അവൾക്ക് പറയാൻ കഴിയാത്ത എന്തോ ഒന്ന്. അവൾ പതുക്കെ എഴുന്നേറ്റു. അമ്മയെ ശല്യപ്പെടുത്താതിരിക്കാൻ ശ്രദ്ധിച്ചു. വസ്ത്രങ്ങൾ നേരെയാക്കി, മുടി കെട്ടിവെച്ചു. അവളുടെ നഗ്നമായ പാദങ്ങൾ ചൂടുള്ള തറയിൽ സ്പർശിച്ചു. മൃദുവായ ഞരക്കത്തോടെ അവൾ അടുക്കളയിലേക്ക് നടന്നു. ഒരു പാത്രത്തിലേക്ക് വെള്ളമൊഴിച്ചു. ജീരകം, ചോളപ്പൊടി എന്നിവ ചേർത്ത് മാവ് കുഴയ്ക്കാൻ തുടങ്ങി. അവൾ ശ്രദ്ധയോടെ റൊട്ടി രൂപപ്പെടുത്തി ചൂടുള്ള പാത്രത്തിൽ വെച്ചു. അത് വീർക്കാൻ കാത്തിരുന്നു. കുടിലിൽ സുഗന്ധം പരന്നു. അവൾ ചൂടുള്ള റൊട്ടി ഒരു ചെറിയ ഇലത്തളികയിൽ വെച്ചു. എന്നിട്ട് വേരുകൾ വെള്ളത്തിൽ കുതിർത്ത് വീടിൻ്റെ ഒരു മൂലയിലേക്ക് പോയി. ഒരു കല്ലുകൊണ്ട് അവൾ അവയെ പതുക്കെ ചതച്ചു. കേതിരിയിൽ നിന്ന് കൊണ്ടുവന്ന ഔഷധപ്പൊടിയുമായി ചേർത്ത് കുഴച്ചു. അവൾ വീണ്ടും അമ്മയുടെ അരികിലിരുന്നു. യാമി ഇപ്പോഴും അതേ സ്ഥാനത്ത് കിടക്കുകയാണ്. ലാമി അവളെ പതുക്കെ എഴുന്നേൽക്കാൻ സഹായിച്ചു. മൃദുവായ കൈകൾ കൊണ്ട് ശരീരം പിടിച്ച് പുറകിൽ പഴയ തലയിണ ശരിയാക്കി. അവൾ റൊട്ടി അമ്മയ്ക്ക് കൊടുത്തു. പിന്നീട് അവൾ തയ്യാറാക്കിയ ഔഷധക്കൂട്ട് നൽകി.
യാമി അത് കഴിക്കാൻ കൂട്ടാക്കിയില്ല. ലാമി അവളെ അത് നിർബന്ധിച്ച് കഴിപ്പിച്ചു. ഭക്ഷണവും മരുന്നും കൊടുത്തതിന് ശേഷം ലാമി അമ്മയുടെ വായ നനഞ്ഞ തുണി കൊണ്ട് തുടച്ചു. നെറ്റിയിൽ ചെറുതായി അമർത്തി പനിയുടെ ലക്ഷണങ്ങളുണ്ടോ എന്ന് നോക്കി. യാമി അവളെ നോക്കി. ഒന്നും പറഞ്ഞില്ല. വാക്കുകളേക്കാൾ കൂടുതൽ അവളുടെ കണ്ണുകൾ സംസാരിച്ചു. ലാമി അമ്മയുടെ നെറ്റിയിലെ നരച്ച മുടിയിഴകൾ ഒതുക്കി വച്ചു. അമ്മയെ വീണ്ടും വിശ്രമത്തിലേക്ക് തിരികെ കൊണ്ടുവന്ന ശേഷം അവൾ പ്രഭാത വെളിച്ചത്തിലേക്ക് കാലെടുത്തു വച്ചു. ദിവസം തുടങ്ങിയിട്ടേയുള്ളൂ, പക്ഷെ സൂര്യൻ ഇപ്പോൾ കൂടുതൽ ശക്തമായിരിക്കുന്നു. അവൾ വീടിന് പിന്നിലെ ചായ്പിലേക്ക് നടന്നു. ചായ്പ് ഉപേക്ഷിക്കപ്പെട്ടതുപോലെ കാണപ്പെട്ടു. അതിന്റെ മേൽക്കൂര ഒരു വശത്ത് ചെറുതായി തൂങ്ങിക്കിടന്നു. അവൾ മരവാതിൽ പതുക്കെ തുറന്നു. അകത്ത് അത് ചൂടും പഴുപ്പും നിറഞ്ഞതായിരുന്നു. അവളുടെ കണ്ണുകൾ ആ സ്ഥലം മുഴുവൻ പരിശോധിച്ചു. പുതിയ വിളകൾ കൃഷി ചെയ്യാൻ ശ്രമിച്ച ചെറിയ തടങ്ങൾ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ടായിരുന്നു. അവയിലെ മണ്ണ് നിർജീവമായി കാണപ്പെട്ടു. ഒരു മുള പോലും പ്രത്യക്ഷപ്പെട്ടിരുന്നില്ല. അവൾ വെള്ളം നിറച്ച് ഈർപ്പം നിലനിർത്താൻ ശ്രമിച്ച ചാക്കുകൾ വരണ്ടതും ചുളിവുകളുള്ളതുമായിരുന്നു. ചുറ്റും നിലം വിണ്ടുകീറിയിരുന്നു. അവൾ പതുക്കെ അരികിലേക്ക് നടന്ന് മണ്ണിൽ തൊട്ടു. അതവളുടെ വിരലുകൾക്കിടയിൽ തകർന്നു. അവൾ നിരാശപ്പെട്ടില്ല. അവൾ നെടുവീർപ്പിട്ടില്ല. അവളുടെ മനസ്സ് നിലവിളിച്ചില്ല. അവൾ എഴുന്നേറ്റു. ചായ്പിന്റെ വാതിൽ നിശബ്ദമായി പിന്നിലടച്ചു. അവൾ വീടിന്റെ മുന്നിലേക്ക് നടന്നു. അപ്പോഴേക്കും സൂര്യൻ താഴ്വരയെ സ്വർണ്ണപ്പൊടിയിൽ മൂടിയിരുന്നു. അവൾ വയലിന്റെ ഭാഗത്തേക്ക് നടന്ന്. അത് അതേ വരണ്ട പാടമായിരുന്നു. അതേ വിണ്ടുകീറിയ ഭൂമി, അതേ നിർജീവ മരങ്ങൾ. പക്ഷേ ഇന്ന് അവളുടെ കണ്ണുകൾക്ക് അതങ്ങനെ കാണാൻ കഴിഞ്ഞില്ല. അവൾ പഴയ കുമാരുവിനെ കണ്ടു. അവളുടെ ഓർമ്മകളിലെ കുമാരു. കാറ്റിലാടിയുലയുന്ന പച്ചപ്പാടങ്ങളും ഒഴുകുന്ന നീർച്ചാലുകളും തണുത്ത അരുവിക്കരികിൽ വിരിഞ്ഞു നിൽക്കുന്ന പൂക്കളും അവൾ കണ്ടു. തുമ്പുകളെ ഓടിക്കുന്ന കുട്ടികളെയും കുടങ്ങളുമായി പാട്ടുകൾ പാടുന്ന സ്ത്രീകളെയും വിളകൾ നിറഞ്ഞ കൊട്ടകൾ ഉയർത്തുന്ന പുരുഷന്മാരെയും അവൾ കണ്ടു. അവൾ അവളുടെ അച്ഛനെ കണ്ടു. അവൾ മാരുതിനെ കണ്ടു. അവൾ ലോമിറയെ കണ്ടു. അവൾ അവളെ തന്നെ കണ്ടു. പെട്ടെന്ന് അവളുടെ ഹൃദയം നിറഞ്ഞു. അവൾ വയലിലേക്കിറങ്ങി. സൂര്യൻ അവളുടെ കാലിനടിയിലെ വിണ്ടുകീറിയ ഭൂമിയെ ചൂടാക്കി. പഴയ വയലുകളുടെ കിടക്കകൾക്കിടയിലുള്ള ഇടുങ്ങിയ വരമ്പിലൂടെ അവൾ നടന്നു. ഒരിക്കലുണ്ടായിരുന്ന സൗന്ദര്യത്തിന്റെ പ്രേതങ്ങളെ സ്പർശിക്കാൻ ശ്രമിക്കുന്നതുപോലെ അവളുടെ വിരലുകൾ വായുവിലൂടെ സഞ്ചരിച്ചു. അവൾ കുനിഞ്ഞ് വശത്തുനിന്ന് ഒരു ഉണങ്ങിയ വടിയെടുത്തു. വയലിലെ വിള്ളലുകളിലൂടെ അവൾ വടിയോടിക്കാൻ തുടങ്ങി. അത് നിലത്തുരഞ്ഞ് ശബ്ദം പുറപ്പെടുവിച്ചു. ദായുവിന്റെ ഭൂമി ആരംഭിക്കുന്ന പാടത്തിന്റെ അറ്റത്തേക്ക് അവൾ നടന്നു. ഉണങ്ങിയ അരുവി ഒരിക്കൽ മൂന്നായി പിളർന്നെടുത്ത് അവൾ നിന്നു. വെള്ളമൊഴുകിയിരുന്നത് അടയാളപ്പെടുത്തിയ നേരിയ വരയിലേക്ക് അവൾ നോക്കി. അവളുടെ കണ്ണുകൾ അതിനെ പിന്നിലേക്ക് പിന്തുടർന്നു. സമിതോറിന്റെ വയലിന്റെ അരികിലൂടെ ഒഴുകിയ അരുവി ദാർമിന്റെ വയലിന് സമീപം മൂന്നായി തിരിഞ്ഞ്, ഒന്ന് ദാർമിന്റെ വയലിലേക്കും മറ്റൊന്ന് ദായുവിന്റെ പാടത്തേക്കും മൂന്നാമത്തേത് ലാമിയുടെ വയലിലേക്കും ഒഴുകിയിരുന്നു. ഇവിടെയാണ് ജീവൻ തുടങ്ങിയത്. ഇവിടെയാണ് എല്ലാം അവസാനിച്ചത്. ലാമി ചിന്തയിൽ മുഴുകി അനങ്ങാതെ നിന്നു. ദായു വീടിനോട് ചേർന്നുള്ള ഒഴിഞ്ഞ കാലിത്തൊഴുത്ത് വൃത്തിയാക്കുകയായിരുന്നു. അവൻ യാദൃച്ഛികമായി തൊഴുത്തിന്റെ മൂലയിലൂടെ വയലിലേക്ക് നോക്കി. അപ്പോൾ വയലിന്റെ അങ്ങേയറ്റത്ത് കത്തിപ്പടരുന്ന സൂര്യന് കീഴിൽ ഒരാൾ നിൽക്കുന്നത് കണ്ടു. അവൻ വേഗം തൊഴുത്തിൽ നിന്നിറങ്ങി വേലിയുടെ അരികിലേക്ക് നടന്നു. അവൻ സൂക്ഷിച്ചു നോക്കി. അത് ലാമിയായിരുന്നു. അവൻ വയലിലേക്കിറങ്ങി. വയലിലെ ചൂട് ഒരു തിരമാല പോലെ അവനെ ബാധിച്ചു. വിണ്ടുകീറിയ മണ്ണിൽ കാലുകൾ പൊള്ളി. കാലുകൾ അധികം ആഴത്തിൽ വെക്കാതിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് അവൻ ഓരോ ചുവടും ചലിപ്പിച്ചു. ലാമി! ഭൂമിയുടെ നിശബ്ദതയ്ക്കെതിരെ മൂർച്ചയുള്ള ശബ്ദത്തോടെ അവൻ വിളിച്ചു. നീ എന്തിനാണ് ഈ വെയിലത്ത് നിൽക്കുന്നത്? അവൾ തിരിഞ്ഞു. ഒരു സൗമ്യമായ പുഞ്ചിരി അവളുടെ ചുണ്ടിൽ വിരിഞ്ഞു. പക്ഷെ അവൾ ഒന്നും പറഞ്ഞില്ല. അവൾ വീണ്ടും അരുവിയുടെ നേരെ തിരിഞ്ഞു. കയ്യിലെ വടി ഉണങ്ങിയ അരുവിയുടെ ഭാഗത്തേക്ക് ചൂണ്ടി. ഇവിടെ വെച്ചല്ലേ സുയാന്തർ നിന്റെ കളിവഞ്ചി നശിപ്പിച്ചത്? അവൾ പതുക്കെ ചോദിച്ചു. ദായു അടുത്തേക്ക് വന്ന് അവൾ ചൂണ്ടിക്കാണിച്ച സ്ഥലത്തേക്ക് നോക്കി. അവന്റെ മനസ്സിൽ അവൻ നിർമ്മിച്ച കളിവഞ്ചി ക്രൂരമായ കൈകളാൽ തകർക്കപ്പെടുന്നത് നോക്കി നിലവിളിക്കുകയും പോരാടുകയും ചെയ്യുന്ന ഒരു ചെറിയ ദായുവിനെ അവൻ കണ്ടു. അവൻ തലയാട്ടി. അതെ, അവൻ പതുക്കെ പറഞ്ഞു. അവിടെ തന്നെ. ലാമി അനങ്ങിയില്ല. അവനും അനങ്ങിയില്ല. ഉണങ്ങിയ അരുവിയുടെ അരികിൽ അവർ ഒരുമിച്ച് നിന്നു. ഭൂതകാലം അവർക്കിടയിൽ ഒഴുകി. വർഷങ്ങൾക്ക് മുമ്പ് ഒരു മഴക്കാലത്താണത് സംഭവിച്ചത്. അന്ന് താഴ്വര സജീവമായിരുന്നു. ആ വർഷം മഴ ശക്തമായി നേരത്തെ പെയ്തിരുന്നു. താഴ്വരയിലെ അരുവികൾ വെറുതെ ഒഴുകിയിറങ്ങുകയായിരുന്നില്ല. അവ പാടുകയായിരുന്നു. ഭൂമിയുടെ എല്ലാ സിരകളിലൂടെയും
വെള്ളമൊഴുകി. അത് വരമ്പുകൾ നിറഞ്ഞ്, കിടങ്ങുകൾ നിറഞ്ഞ്, വയലുകൾക്കിടയിൽ സന്തോഷത്തോടെ ഒഴുകി. ഓരോ കുട്ടിക്കും അനുഗ്രഹങ്ങൾ നൽകുന്ന അമ്മയെപ്പോലെ പല കൈകളായി പിളർന്നു. ദിവസങ്ങളോളം ആകാശം മേഘങ്ങളാൽ കനത്തിരുന്നു. ഇലകൾ മഴത്തുള്ളികളാൽ തിളങ്ങി. മണ്ണിന് പുതുമയുള്ള ഗന്ധമുണ്ടായിരുന്നു. മഴ നിലച്ച ഒരു വൈകുന്നേരം ദായു ആരും കാണാതെ ഒരു മരത്തിനടിയിലിരുന്നു. അന്തരീക്ഷം അപ്പോഴും ഈർപ്പവും പുതുമയും നിറഞ്ഞതായിരുന്നു. ഒരു നീണ്ട മഴയ്ക്ക് ശേഷം മാത്രം വന്ന ആ സൗമ്യമായ സ്വർണ്ണത്തണലിലേക്ക് ചെറിയ വെളിച്ചം വീശി. അവൻ്റെ കയ്യിൽ പകുതി ഉണ്ടാക്കിയ ഒരു കളിപ്പാട്ടമുണ്ടായിരുന്നു. ദിവസങ്ങളായി അവൻ വസ്തുക്കൾ ശേഖരിച്ചു കൊണ്ടിരുന്നു. മലയുടെ വശത്ത് നിന്ന് പനയുടെ ഉണങ്ങിയ ഇലകൾ കണ്ടെത്തി. മുളങ്കാടിൻ്റെ പിന്നിൽ നിന്ന് ഒരു ഇളം മുളയുടെ പുറം പാളിയിൽ നിന്ന് നീളമുള്ളതും നേർത്തതുമായ പാളികൾ അടർത്തിയെടുത്തു. അവൻ ഉണങ്ങിയ ചെറിയ കമ്പുകൾ ശേഖരിച്ചു. മരത്തിൻ്റെ നാരുകൾ കൊണ്ട് നിർമ്മിച്ച നൂലുകൾ ഉപയോഗിച്ച് അവയെല്ലാം ശ്രദ്ധാപൂർവം കെട്ടി അവനൊരു കളിവഞ്ചി രൂപപ്പെടുത്തി. മടക്കിയ പനയോലകൾ ഉപയോഗിച്ച് ചെറിയ പായകൾ ക്രമീകരിച്ചു. ഒരു ചെറിയ കത്തി ഉപയോഗിച്ച് അരികുകൾ വെട്ടിമാറ്റി. കൈപ്പത്തി ഉപയോഗിച്ച് പരിക്കനറ്റങ്ങൾ മിനുസപ്പെടുത്തി. അതൊരു കളിപ്പാട്ടം മാത്രമായിരുന്നില്ല, അതൊരു സമ്മാനമായിരുന്നു. ലാമിക്കുള്ള സമ്മാനം. മറ്റാരും അത് കാണരുതെന്ന് അവൻ ആഗ്രഹിച്ചു, തൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ പോലും. പണി പൂർത്തിയാക്കിയ അവൻ അത് കണ്ണിൻ്റെ തലത്തിലേക്ക് ഉയർത്തി. അവനത് നോക്കി ചെറുതായി പുഞ്ചിരിച്ചു. കളിപ്പാട്ട വഞ്ചി കയ്യിലെടുത്ത് അവൻ ലാമിയുടെ വീട്ടിലേക്ക് നടക്കാൻ തുടങ്ങി. ഭൂമി ഇപ്പോഴും നനഞ്ഞിരുന്നു. നനഞ്ഞ ഇലകളുടെ ഗന്ധം വായുവിൽ നിറഞ്ഞു. ദിനാരിയുടെ വയൽ കടന്ന് അരുവിയുടെ ഒഴുക്കിനെ മുറിച്ച് ഇടുങ്ങിയ പാതയിലൂടെ അവൻ നടന്നു. വെള്ളം അവൻ്റെ കണങ്കാലിൽ തട്ടി നട്ടെല്ലിലൂടെ ഒരു തണുത്ത വിറയലയച്ചു. കുറുകെ കടന്നതിന് ശേഷം സമിതോറിൻ്റെ പാടത്തെ വരമ്പിലൂടെ അവൻ നടന്നു. അവിടുത്തെ മരങ്ങൾ വരമ്പിനോട് ചേർന്ന് ചാഞ്ഞു നിന്നിരുന്നു. തൊട്ടുമുന്നിൽ എതിർദിശയിൽ നിന്നാരോ നടക്കുന്നത് അവൻ ശ്രദ്ധിച്ചു. സുയാന്തർ. ദായുവിൻ്റെ ചുവടുകൾ മന്ദഗതിയിലായി. അവൻ വേഗത്തിൽ വഞ്ചി പിന്നിലേക്ക് മാറ്റി. അത് വസ്ത്രത്തിൻ്റെ പിന്നിൽ മുറുകെ പിടിച്ചു. അവൻ്റെ ഹൃദയവേഗത കൂടി. അവർ അടുത്തേക്ക് വന്നപ്പോൾ സുയാന്തർ ദായുവിൻ്റെ വിചിത്രമായ ചലനം ശ്രദ്ധിച്ചു. എന്താണ് നീ ഒളിക്കുന്നത്? അവൻ അടുത്തേക്ക് വന്ന് ചോദിച്ചു. ദായു ചെറുതായി തിരിഞ്ഞു. വഞ്ചി ഒന്നുകൂടി പിന്നിലേക്ക് ഒളിപ്പിച്ചു. ഒന്നുമില്ല, അവൻ വേഗം പറഞ്ഞു. പക്ഷെ സുയാന്തറിന് അതിഷ്ടപ്പെട്ടില്ല. കണ്ണുകൾ ഇടുങ്ങി. എന്നെ കാണിക്കൂ, അവൻ പറഞ്ഞു. ദായു തലയാട്ടിയാകുന്നു. അത് സുയാന്തറിനെ കൂടുതൽ ദേഷ്യം പിടിപ്പിച്ചു. ദായു ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് കണ്ടുപിടിക്കാൻ ശ്രമിച്ചുകൊണ്ട് അവൻ മുന്നോട്ട് കുതിച്ചു. ദായു തൻ്റെ ശരീരം വളച്ചൊടിച്ച് കളിപ്പാട്ടം സംരക്ഷിച്ചു. അവർ പരസ്പരം തള്ളി. ഒരു ചെറിയ പിടിവലി പോലെ തുടങ്ങിയത് പെട്ടെന്നൊരു വഴക്കായി മാറി. അവരുടെ കാലുകൾ നനഞ്ഞ ചെളിയിൽ വഴുതി. കൈകൾ പരസ്പരം മുറുകെ പിടിച്ചു. ഇരുവരിൽ നിന്നും ഒരു മൂർച്ചയുള്ള നിലവിളി പുറത്തു വന്നു. ഒടുവിൽ ദായു ശക്തമായി തള്ളി. സുയാന്തർ നിലതെറ്റി നേരെ വയലിലെ ചെളിവെള്ളത്തിലേക്ക് വീണു. ആ വീഴ്ചയുടെ ശബ്ദം വരമ്പിന് ചുറ്റും പ്രതിധ്വനിച്ചു. ഒരു നിമിഷം ദായു മരവിച്ചു നിന്നു. പിന്നെ സുയാന്തർ ചെളിയിൽ നിന്ന് എഴുന്നേറ്റു. മുഖത്ത് ചെളി ഒലിച്ചിറങ്ങി. മുഷ്ടി ചുരുട്ടി. ഒരു വാക്കുപോലും പറയാതെ അവൻ ഒരു പിടി ചെളി കോരിയെടുത്ത് ദായുവിന് നേരെ എറിഞ്ഞു. അതവൻ്റെ തോളിൽ തട്ടി നെഞ്ചിൽ തെറിച്ചു. ദായു തിരിഞ്ഞോടി. ലാമിയുടെ വീടെത്തുന്നതുവരെ അവൻ നിന്നില്ല. അവൻ ആഴത്തിൽ ശ്വാസമെടുത്ത് കളിപ്പാട്ടം സുരക്ഷിതമായി പിടിച്ചുകൊണ്ട് ലാമിയുടെ മുന്നിൽ നിന്നു. നനഞ്ഞതും ചെളിപുരണ്ടതുമായ വസ്ത്രം ധരിച്ചു നിൽക്കുന്ന ദായുവിനെ കണ്ട് ലാമി അടുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു, എന്താണ് സംഭവിച്ചത്? ശ്വാസം മുട്ടലിനിടയിലും ദായു പുഞ്ചിരിച്ചു. അവൻ തൻ്റെ പിന്നിൽ നിന്ന് വഞ്ചിയെടുത്ത് 2 കൈകളും കൊണ്ട് അവൾക്ക് നേരെ നീട്ടി. ഞാൻ നിനക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. ലാമിയുടെ കണ്ണുകൾ വിടർന്നു. അവളുടെ മുഖം സന്തോഷം കൊണ്ട് പ്രകാശിച്ച്. ഇത് മനോഹരമാണ് ദായു. ഒരു അതിലോലമായ സമ്മാനം പോലെ വഞ്ചി അവളുടെ കൈകളിലിരുന്നു. ലാമി അത് പതുക്കെ കൈകളിൽ തിരിച്ചും മറിച്ചും നോക്കി അത്ഭുതപ്പെട്ടു. നമുക്കിത് വെള്ളത്തിൽ ഓടിക്കാം, ദായു പറഞ്ഞു. ആവേശം അവൻ്റെ മുഖത്തലയടിച്ചു. ലാമി വേഗത്തിൽ തലയാട്ടി. വരൂ, നമുക്ക് പോകാം. മറ്റൊരു വാക്കുപോലുമില്ലാതെ അവർ ഒരുമിച്ച് അരുവിയുടെ അടുത്തേക്ക് ഓടി. ശുദ്ധമായ വെള്ളം അരുവിയിലൂടെ വേഗത്തിൽ ഒഴുകി. അവർ അതിനരികിൽ മുട്ടുകുത്തിയിരുന്നു. ദായു പതിയെ വഞ്ചി അരുവിയിൽ വെച്ചു. ഒഴുക്ക് തൽക്ഷണം അതിനെ പിടിച്ചു. അത് സഞ്ചരിക്കാൻ തുടങ്ങി. വഞ്ചി വെള്ളത്തിനു മുകളിലൂടെ സുഗമമായി നീങ്ങി. ആദ്യം ചെറുതായി ആടിയുലഞ്ഞു. പിന്നീട് കാറ്റ് അതിൻ്റെ ഇലപ്പായകൾ പിടിച്ചപ്പോൾ അതിന് സ്ഥിരത കൈവരിച്ചു. അതോടുകയാണ്. ലാമി നിലവിളിച്ചു. കൈകൾ കൊട്ടി. കുട്ടികൾ അരുവിക്കരയിലൂടെ ഓടി ചിരിച്ചു. അവരുടെ നഗ്നമായ കാലുകൾ വെള്ളത്തിൽ തെറിച്ചു.
വഞ്ചി മനോഹരമായി പൊങ്ങി ഒഴുക്കിനൊപ്പം പെട്ടെന്ന് വളവുകൾ മാറി ചെറുതായി താഴ്ന്നു. പിന്നീട് വീണ്ടും ഉയർന്നു. അതിന് ജീവനുണ്ടായിരുന്നു. അവർ അതിനെ പിന്തുടർന്നു. ആർപ്പു വിളിച്ചു, ചിരിച്ചു. ശുദ്ധമായ സന്തോഷത്താൽ ഹൃദയങ്ങൾ മിടിച്ചു. അപ്പോൾ അത് സംഭവിച്ചു. വലിയ ഭാരമുള്ള ഒരു പാറ മുകളിൽ നിന്ന് വീണ് നേരിട്ട് വഞ്ചിയിൽ പതിച്ചു. ഒരു മൂർച്ചയുള്ള ശബ്ദം. ചെറിയ വഞ്ചി തൽക്ഷണം തകർന്നു. അതിന്റെ കഷ്ണങ്ങൾ പല ദിശകളിലേക്കും അരുവിക്ക് കുറുകെ പറന്നു. മുളകൾ പൊട്ടി, ഇലകൾ കീറി. വഞ്ചി വെള്ളത്തിനടിയിലേക്ക് താഴ്ന്നു. ലാമിക്ക് ശ്വാസം മുട്ടി. ദായു മരവിച്ചു നിന്നു. അവർ രണ്ടുപേരും മുകളിലേക്ക് നോക്കി. അരുവിക്കക്കരെ വരമ്പിൽ നിൽക്കുന്നത് സുയാന്തറായിരുന്നു. അവന്റെ മുഖം കോപത്താൽ ചുമന്നിരുന്നു. ശരീരം ഇപ്പോഴും ചെളിയിൽ മൂടിയിരുന്നു. അവന്റെ താടിയെല്ല് ഇറുകിയതായിരുന്നു. കണ്ണുകൾ തണുത്തിരുന്നു. അവൻ അത് ചെയ്തു. അവൻ അവരെ പിന്തുടർന്നു. വഞ്ചി തകർന്ന നിമിഷം സുയാന്തർ തിരിഞ്ഞോടി. മരങ്ങൾക്കിടയിലേക്ക് അപ്രത്യക്ഷനായി. വെള്ളത്തിനടിയിലേക്ക് താഴ്ന്ന തകർന്ന കഷ്ണങ്ങളിലേക്ക് ദായു ഉറ്റുനോക്കി. അവന്റെ ചുണ്ടുകൾ വിറയ്ക്കാൻ തുടങ്ങി. കണ്ണുനീർ രൂപപ്പെട്ടു. ഒരു കരച്ചിൽ പൊട്ടി. തകർന്ന വഞ്ചിയുടെ ഏറ്റവും വലിയ കഷ്ണം പിന്തുടരാൻ ലാമി ആഴം കുറഞ്ഞ അരുവിയിൽ ചാടി. അതൊഴുകിപ്പോകുന്നതിന് തൊട്ടുമുമ്പ് അവൾ അത് പിടിച്ചു. കീറിയ മുളക്കഷ്ണങ്ങൾ അയഞ്ഞിരുന്നു. ഒരു പായ പൂർണ്ണമായും കീറിപ്പോയിരുന്നു. അവൾ അത് അടുത്തേക്ക് പിടിച്ചു. അവന്റെ അടുത്തേക്ക് കയറി. ദായു പ്രതികരിച്ചില്ല. അവൻ കരഞ്ഞപ്പോൾ അവന്റെ ചെറിയ തോളുകൾ വിറച്ചു. ലോകത്തിൽ നിന്നൊളിച്ചിരിക്കുന്നത് പോലെ അവൻ കൈകൾ കൊണ്ട് മുഖം മൂടി. ലാമി വഞ്ചി വീണ്ടും നന്നാക്കാൻ ശ്രമിച്ചു. പക്ഷെ ഭാഗങ്ങൾ യോജിക്കുന്നില്ല. അതിന്റെ ഭൂരിഭാഗവും ഇതിനകം വെള്ളത്തിൽ മുങ്ങിപ്പോയി. കുറച്ചു കഴിഞ്ഞപ്പോൾ അവൾ കീഴടങ്ങി. തകർന്ന ഭാഗം അവളുടെ നെഞ്ചിനടുത്തു പിടിച്ചു. ആകാശം ഇരുണ്ടു തുടങ്ങിയപ്പോഴും അവർ അവിടെ തന്നെ ഇരുന്നു. സൂര്യൻ അസ്തമിച്ചു. അരുവിയിൽ വെള്ളം ചെറുതായി മിന്നി. ചീവീടുകൾ പാടാൻ തുടങ്ങി. എന്നിട്ടും അവർ അനങ്ങിയില്ല. ആ വൈകുന്നേരം അവരെ വിട്ടുപോയില്ല.